സമ്പൂർണ്ണന്റെ ഡ്രസ് കളക്ഷൻ ആണ്. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ മാമ്മമാര് കുറെ പേര് വാങ്ങി തന്നതാണ്. അപ്പൊ നമുക്കൊന്നത് കണ്ടിട്ട് വരാം. ഇത്രയും ഡ്രസ്സാണ് എനിക്കുണ്ട്. അപ്പൊ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാം. ഇതാണ് ചോളി. എൻ്റെ ഇപ്പൊ എടുത്തതാണ്. ഇപ്പൊ ഗൾഫിലാണ്. ഇതിൻ്റെ കൂടെ ഷാൾ വരുന്നുണ്ട്, പിന്നെ ഇതിന്റെ ഡ്രസ്സും വരുന്നുണ്ട്. വൺ ഓഫ് ബെസ്റ്റ് ഡ്രസ്സാണ് ഇത്. ഞാൻ കല്യാണത്തിന് അധികം ഇടുന്ന ഡ്രസ്സ്. പിന്നെ ഇതിൻ്റെ കൂടെ ഇത് ഒരു കോട്ട്, പിന്നെ അതിൻ്റെ കൂടെ ഒരു ഡ്രസ്സ് ഉണ്ട്. എൻ്റെ ഇപ്പം എടുത്തതാണ്. ക്രിസ്മസിന് അങ്ങനെ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രസ്സാണ്. ഇതിന്റെ ഇമ്മമ്മ മേടിച്ചു തന്ന ഡ്രസ്സാണ്. ഏതൊരു കാലത്ത് മേടിച്ചു തന്ന ഡ്രസ്സാണ്. ഈ ഡ്രസ്സ് ഒരു കല്യാണത്തിന് ഇട്ടതാണ്. പിന്നെ ഇത് പഗ്ഗിപ്പേന്റെ പെരുന്നാൾക്ക് എൻ്റെ ഉമ്മച്ച് വാങ്ങി തന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു ബ്ലൂ ഡാർക്ക് ബ്ലൂ പിന്നെ ഒരു പിങ്ക് കൂടെ കാണിച്ചത്. ഇത് ഡാർക്ക് ബ്ലൂ മറിച്ച് കാണിച്ചത്. ഇതിന്റെ കൂടെ ഒരു പിങ്കും ഉണ്ട്. പക്ഷെ ഏറ്റവും ബഗ്ഗി പെയിന്റിന് ഇടാന് ഇതാണ്. നമുക്ക് ഇത് ഏതൊരു ദിവസത്തിന്റെ സർപ്പമാവനിക്ക് വലിയ പെരുന്നാളിന് എടുത്താവുന്നതാണ്. പിന്നെ ബഗ്ഗിപ്പേന്റെ കൂടെ ഒരു നിക്കണ ഇത് പിങ്ക് ഡ്രസ്, ഒരു കുപ്പായം. പൂമ്പാറ്റൊക്കെ ഉണ്ട് കുപ്പായത്തില്. ഇത് പിന്നൊരു ഏതോ എൻ്റെ അനിയത്തിന്റെ ഉമ്മാന്റെ കൂടിയിട്ട് അച്ചുമാമന്റെ കല്യാണത്തിന് എടുത്തൊരു ഡ്രസ്സ്. ഈ ഡ്രസ് പിന്നെ ഇതിന്റെ ഇമ്മ ഇന്ന് അടുത്തന്നൊരു ഡ്രസ്സാണ്. ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഇത് പെരുന്നാൾക്ക് എടുത്ത വലിയ പെരുന്നാൾക്ക് എടുത്ത ഒരു പുതിയ ഡ്രസ്സ്. ഇതിൻ്റെ കൂടെ ഒരു ചെരുപ്പ് എടുത്താൽ നല്ല രസം ഉണ്ടാവും പറഞ്ഞു. ഇത് പാവാട. ഇതിൻ്റെ ഉള്ളിലൊരു ഡ്രസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഒപ്പം ഷാള് വരുന്നുണ്ട്. ഇതിന്റെ ഉമ്മ കടിച്ചതാണ്. ഇതാണ് ഷാള്. നമുക്ക് ഇതാണ് പാവാട. ഇത് പിന്നെ ഷാള്, ഇത് പിന്നെ ഡ്രസ്. വർക്ക് നേരെ കാണിച്ചാൽ സൂപ്പർ വർക്കാണ്. ഇനി അടുത്തത് ഇതാണ്. ഇത് എൻ്റെ ഇപ്പക്ക് വേണ്ടിയിട്ട് പെരുന്നാൾക്ക് വാങ്ങി തന്നതാണ്. ചെറിയ പെരുന്നാൾ. ഇതിൻ്റെ കൂടെ ഒരു പാൻറ് വരുന്നുണ്ട്.
അമ്മച്ചിക്ക് വാങ്ങിത്തരാം. ഇതാണ്. പിന്നെ ഇതിന്റെ കൂടെ പാൻറ്റും ഉണ്ട്. പക്ഷെ അത് ബഗ്ഗി പാൻ്റ് ആയിട്ട് തോന്നുക. അത് കുറച്ച് അറക്കുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇതേമാതിരി ഞാൻ അവിടെ സെറ്റ് ചെയ്തിടണം, അല്ലെങ്കിൽ നമുക്ക് മറ്റേന്ന് ചീത്തയാക്കും. അപ്പൊ നമുക്ക് ഈ സെറ്റ് ചെയ്യണൊക്കെ ഒന്ന് കാണാം. ഇവിടെയാണ് എന്റെ ഡ്രസ്സുകളൊക്കെ വെക്കുക. ഇത് പിന്നെ എന്റെ വളകളൊക്കെ വെക്കണം. ഇതില് പിന്നെ റിബൺസുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് വെക്കാം. വെക്കാൻ നല്ല പണിയാ. എനിക്ക് വെക്കാൻ പോലും ഒന്നും അറിയില്ല. ഞാൻ നല്ല ടെസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ആവോ അല്ലേന്നൊന്ന് നോക്കാം. അങ്ങനെ ഇത് സെറ്റ് ചെയ്ത് ഇനി നമുക്കന്ന് അവിടെ തൂക്കിടാം. എന്റെ അമ്മ തൂക്കിടാൻ വളരെ അയച്ചാണ്. അപ്പൊ അങ്ങനെ ഇതൊക്കെ കഷ്ടപ്പെട്ട് വെച്ചു. പിന്നെ ഇത് ഞാൻ വീട്ടിൽ കൂടി ഇടുന്ന ഡ്രസ്സാണ്. പിന്നെ കുറച്ച് പഴയ ഡ്രസ്സുകളുണ്ട്. ഞങ്ങളിപ്പോ പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിൽ നിന്നായപ്പോ കുറച്ച് പഴയ ഡ്രസ്സുകളൊന്നും കൊടുന്നുള്ളൂ. ഇതെന്നോ കാലത്ത് എടുത്തതാണ് ഈ ചോളിട്ടോ. അതേമാതിരി തന്നെ ഈ പാൻറ്റും ഇതൊക്കെ എന്നോ കാലത്ത് എടുത്തതാണ്. പിന്നെ തറവാട്ടിലാണ് ഇതിന്റെ ബാക്കി ഡ്രസ്സുകൾ. അപ്പൊ നമുക്ക് ഈ പഴയ ഡ്രസ്സുകളൊന്ന് കാണാം. ഇതിന്റെ സിബ് കേടാകുന്നതായിരുന്നു. അതിന്റെ വെച്ച് വാങ്ങി തന്നോ കാലത്തെ ഡ്രസ്സ് ദിക്കും ഓർമ്മല എന്നാ വാങ്ങിയത്. ഒന്ന് ഇട്ട് കാണിച്ചു. ഇത് പിന്നെ അതിന്റെ കൈയിന്റെ മോഡലാട്ടോ. പിന്നെ ഇത് കാണിക്കാൻ പോലും ബുദ്ധിമുട്ടാ. ഇത് പിന്നെ മീഷോന്ന് എന്താ ഞങ്ങള് തറവാട്ടിലാകുമ്പോ ഓർഡർ ചെയ്തൊരു ഡ്രസ്സാട്ടത്. ഇത് ഫുൾ കൈ ആട്ടോ. ചിലപ്പോ ഫുൾ കൈ. ഇതിട്ടിട്ട് പക്ഷെ കുറച്ചുള്ളൂ ഫുൾ കൈ ഉണ്ട്. ഇതാണ് ആ ഡ്രസ്. ഇനി അടുത്തത് ഈ ഡ്രസ്സാണ്. ഇതൊരു പുലിന്റെ ആണ്. പുറത്തൊക്കെ പോകുമ്പോ ഇടാനാണ്. ഇപ്പൊ പഴയതാക്കിയിട്ടാനും ആകെ അത് മുട്ടിന്റെ അതേരല്ലുണ്ടാവും. മീഷോന്നത് ഓർഡർ ചെയ്ത് രണ്ടും ഇപ്പൊ സെയിമിന്റെ മാതിരി ഉണ്ട്. ഈ സെയിമിന്റെ ഒരു കാര്യം എടുത്തപ്പോൾ ഈ പാട്ടാണ് സെയിം അടിപ്പിലാണ്. അത് മുട്ടിന്റെ അതുവരെ ഉള്ളത്. ഇതൊരു എന്റെ മാമനിക്ക് ബർത്ത്ഡേക്ക് എടുത്തന്ന് എന്റെ എന്താ പറയാ എന്റെ നിസ്സാരാക്ക് കൊടുത്തന്നതാണ്. പിന്നെ ഇത് പെരേക്ക് ആദ്യം പുതിയതായിരുന്നു. പിന്നെ ചളിയൊക്കെ ആയിട്ട് പഴയതാക്കി. ഇത് മീഷോന്ന് ഓർഡർ ചെയ്തതാണ്. ഇതിന്റെ ഉള്ളിൽ ഒരു വെള്ള ഡ്രസ് ഉണ്ട്. പിന്നെ ഇത് ആദ്യം ഞാൻ കാണിച്ചു തന്നില്ല ആ ഡ്രസ്സാണ്. ഇത് പിന്നെ എന്നോ ഒരു കാലത്ത് എടുത്തത്. ഞാനും ഉമ്മച്ചിയും കാക്കും ഒരു പാർക്ക് വന്നു. അപ്പൊ അവിടെ കണ്ടപ്പോ എടുത്തതാണ് ഈ ഡ്രസ്. പിന്നെ ഇത് എന്റെ അമ്മച്ചിക്ക് എന്നോ ഒരു കാലത്ത് എടുത്തു തന്ന ഒരു പാൻറ്റും. പിന്നെ ഇത് പെരുന്നാൾക്കോ എവിടേക്കോ എടുത്ത്
പിന്നെ ഇത് മഫ്ത കേട്ടോ മദേഴ്സ്ക്കും വിടാന്. പിന്നെ അതൊരു ഡ്രസ്സിങ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോ എന്നാ എടുത്തതാണ്. പിന്നെ ഇതൊരു മെസ്സി അടിച്ചതാണ്. പിന്നെ ഇത് അതേമാതിരി തന്നെ ഒരു മേസ്. ഇത് അടിച്ചതല്ല, എന്റെ എന്താ പറയാ, എന്റെ തറവാട്ടത്തെ ഒരു കുടുംബമുണ്ട്. അപ്പൊ ഓല വീട്ടിക്ക് ഉമ്മാന്റെ കുടിക്ക് മണ്ണാർക്കാട്ട് പോയപ്പോ നെസ്രി ഉണ്ട്. തെക്ക് തന്നതാണ്. അപ്പൊ ഇന്നത്തെ ഇത്ര. എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. അപ്പൊ